ഒരു വാട്ടർ ബോട്ടിൽ മേടിക്കണമെങ്കിൽ ഒരു വെള്ളത്തിന്റെ ഉപ്പ് മേടിക്കണമെങ്കിൽ നമ്മൾ 70 രൂപ കൊടുക്കണം. PVR കുറെ കംപ്ലൈന്റ്സ് ഒക്കെ ഞാനും കേട്ടിട്ടുണ്ട്. PVRന്റെ മാനേജ്മെന്റ് നടപടികൾ എടുക്കുക, ഒരു സാധാരണക്കാരുടെ മോശമായ അനുഭവം. അപ്പൊ ഇന്ന് ഓണമായിട്ട് നല്ല ശോകണ്ടായിരുന്നു. കാരണം കൊച്ചി ലുലു PVRൽ ഞങ്ങൾ ഫിലിം കാണാൻ വന്നത്. ഫിലിം കാണാൻ വന്നിട്ട് ഇന്റർവെൽ ആയപ്പോഴത്തേനും, അതായത് 8:41 ഒക്കെ ആയപ്പോഴത്തേനും ഞാൻ ബിൽ പേയ്മെന്റ് നടത്തി. അതും ഒരു 5-10 മിനിറ്റ് ക്യൂ നിന്നിട്ട് പേയ്മെന്റ് നടത്തി. അപ്പൊ അവര് പറഞ്ഞ് ചെറിയ ഡിലേ ഉണ്ടാവും പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ 10 to 15 മിനിറ്റ്സാ പറഞ്ഞത്. മൂവി കഴിയാൻ എന്തായാലും ഒരു 1.5 മണിക്കൂറുണ്ട്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞാലും ബാക്കി 1 മണിക്കൂറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാം. അപ്പൊ അത്രയും വിശന്നുകൊണ്ടിട്ടാണ് ആ ടൈം ഞാൻ പോയിട്ട് അവിടെ നിന്ന് ബർഗറും ഒരു പെപ്സിയും ഓർഡർ ചെയ്തത്. എന്നിട്ട് ഞാൻ നോക്കിയിരിക്കലാണ്, പടം തീരാറായി. അറൌണ്ട് 9:45 ആയി. 10 o'clock പടം തീർന്നത്. 9:45 വരെ ആയിട്ടും ഫുഡ് വന്നിട്ടില്ല. 9:45 ആയപ്പോഴത്തേനും ഫുഡ് വന്നിട്ട് ആ സ്റ്റാഫ് എന്നോട് വന്നിട്ട് ഫുഡ് കിട്ടി. ഞാൻ ചോദിച്ചു, ഞാനത് എത്ര മണിക്ക് ഓർഡർ ചെയ്ത ഫുഡാന്ന് ചോദിച്ചു. അപ്പൊ ആള് പറഞ്ഞത് സാർ ഡിലേ ഉണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞ ഡിലേ ഒരു 15 മിനിറ്റ്സ് ആണ്. അത് 15 മിനിറ്റ്സ് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് 1 മണിക്കൂർ തീരാനായി. ക്ലൈമാക്സ് നടന്നുകൊണ്ടിരിക്കണത്. അതായത് പ്രീ ക്ലൈമാക്സ് ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് ഭയങ്കര ഡിലേ ആയിട്ടാണ്, എനിക്ക് ഭയങ്കര നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞ്, ഞാൻ ചോദിച്ചു റീഫണ്ട്, എനിക്ക് റീഫണ്ട് മതി എന്ന് പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞ് റീഫണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സ്റ്റാഫ്, അതായത് ഡെലിവറി സ്റ്റാഫ് ആയിരുന്നു, ഫുഡ് ഡെലിവറി ചെയ്യുന്ന ആ ഒരു റെപ്രസെന്റേറ്റീവ് കൊണ്ടുവന്നത്. അപ്പൊ ആളോടെ ഞാൻ ആദ്യം മിണ്ടിയത്. ആള് പറഞ്ഞ് റീഫണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഫുഡ് വേണ്ട, കാരണം ഇത്ര ഡിലേ ആയിട്ട് എനിക്ക് ഫുഡ് കഴിക്കാൻ താല്പര്യമില്ല. ഞാൻ വിശന്നപ്പോഴാണ് ഞാൻ ഫുഡ് ഓർഡർ ചെയ്തത്. ഇത്ര ഡിലേ ആവും നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഓർഡർ ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞത് റീഫണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യണം, അത് ഈ ഫുഡ് വേണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു ചോദിച്ചു. കാരണം എനിക്ക് എന്റെ എന്താ പറയാ എന്റെ ആ ഒരു ക്ലൈമാക്സ് സീൻ നടന്നുകൊണ്ടിരിക്കണ പടം കാണാൻ പറ്റുള്ളൂ എനിക്ക്. അതിനിടയ്ക്ക് ഇവൻ ലേറ്റ് ആയിട്ടാ ഫുഡ് കൊണ്ടുവന്നു. എന്റെ ഇവൻ എന്നോട് പറയാനാണ് ഇത് വേണോ ഇങ്ങോട്ട് ചോദിക്കണം. ഞാൻ പൈസ കൊടുത്ത് മേടിച്ച സാധനം ഇത്ര ഡിലേ ആയിട്ട് കൊണ്ടുവന്നിട്ട് വേണോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ എനിക്ക് ആർക്കാരും പൊളിയില്ല. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് എന്ത് ചോദിച്ചു. അപ്പൊ അങ്ങനെ നടന്നുപോയി. അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോ മാനേജറാന്ന് തോന്നുന്നു. മാനേജർ വന്നിട്ട് സോറി ഒക്കെ പറഞ്ഞ് അത് ആ റെപ്രസെന്റേറ്റീവിന്റെ തെറ്റാണ്, അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു. തെറ്റാണ്, ടൈം കൂടുതൽ എടുത്തതെന്നൊക്കെ പറഞ്ഞ അവരിങ്ങനെ എക്സ്പ്ലനേഷൻ തന്നുകൊണ്ടെന്ന്. അപ്പോഴും നമുക്ക് ഫിലിം കാണാൻ പറ്റില്ല. ഞാൻ ക്ലൈമാക്സ് കണ്ടിട്ടില്ല. അത് കിണ്ണങ്ങാച്ച ക്ലൈമാക്സ് ഇടിയാടുന്നുണ്ടെങ്കിൽ പടം വേറെ പടത്തിന്റെ റിവ്യൂ ഞാൻ ഇടും, അത് വേറെ കാര്യം. പക്ഷെ എനിക്ക് പടം വരെ ക്ലൈമാക്സ് കാണാൻ പറ്റില്ല. എന്നിട്ട് ആളെ വന്നിട്ട് പറഞ്ഞ് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നില്ലെങ്കിൽ പാക്ക് ചെയ്ത് തരാം ഫുഡ്, നിങ്ങൾ വീട്ടിൽ കൊണ്ടേ കഴിച്ചത്. അപ്പൊ ഇവരാണ് തീരുമാനിക്കുന്നത് ഞാൻ എപ്പോഴാണ് ഫുഡ് കഴിക്കണത്. ഞാൻ പറഞ്ഞു ഞാൻ മേടിക്കില്ല. ഞാൻ പറഞ്ഞു ഞാൻ മേടിക്കാനില്ല, ഇപ്പൊ എനിക്ക് സംസാരിക്കാനും പറ്റില്ല, ഫിലിം കണ്ട് സംസാരിക്കാന്നാണ്. അത് പുള്ളി സമ്മതിക്കല്ല. പുള്ളി എന്നിട്ട് മിണ്ടിക്കൊണ്ടിരിക്കണത്. ഞാൻ പറഞ്ഞു പറ്റില്ല, ഇപ്പൊ മിണ്ടാൻ പറ്റില്ല, ഞാൻ ഫിലിം കണ്ടോണ്ടിരിക്കണാണ്, കണ്ടിട്ട് ഉണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ നേരെ അടിയിലേക്ക് കൗണ്ടറിലേക്ക് പോയിട്ട് ഈ സംഭവമൊക്കെ പിന്നെയും എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു 10-15 മിനിറ്റ് അവിടെ നിന്ന് ഞാൻ എല്ലാ വിഷയവും പ്രൂഫും ഒക്കെ ഞാൻ ആടെയുണ്ട്. എന്താ ഒരു 10-15 മിനിറ്റ് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും റീഫണ്ട് തരാന്ന് പറയും. റീഫണ്ട് തരാന്നിട്ടാ ഞങ്ങളാരും മൈൻഡ് ചെയ്യണമെന്നില്ല, ഞങ്ങളവിടെ നിൽക്കലാണ്. അങ്ങാടികളും കൊണ്ട് അപ്പൊ ബില്ലിങ് ഇടക്കിടക്ക് ഓരോരുത്തർ വന്നിട്ട് ബില്ലിംഗ് ആണെങ്കിൽ അപ്പുറം ബില്ലിംഗ് ആണെങ്കിൽ അപ്പുറം. ഞാൻ ബില്ലിംഗ് അല്ല, ഞാൻ റീഫണ്ട് അടിക്കാൻ നിൽക്കണം. എന്തിനാ റീഫണ്ട്? രണ്ടുപേരോട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം തന്നെ. അത് ഇവര് റെസ്പോണ്ട് ചെയ്യണമെന്നില്ല. ലാസ്റ്റ് 10-15-20 മിനിറ്റ് ഞങ്ങളവിടെ നിർത്തിയിട്ടാണ് ലാസ്റ്റ് റീഫണ്ട്. അപ്പൊ ഇമാരി റഷ് ടൈമാണ് അറിയാം, പക്ഷെ ആ റഷ് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇവര് ഈ പ്രോപ്പർട്ടി കൊണ്ടുനടക്കണം, നിർത്തി പോണം. എന്തായാലും എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനോട് പറയണം ഇത്ര ടൈം ഡിലേ ഉണ്ടാവും, 1 hour ഡിലേ ഉണ്ടാവും. ആരും മേടിക്കാൻ പോകുള്ള ഫുഡ് ഞാൻ ഒരിക്കലും മേടിക്കില്ല. 1 hour ഡിലേ ആ പടം 2-2 മണിക്കൂറുള്ള പടം ബ്രേക്ക് 1 hour എന്ന് പറഞ്ഞാൽ പടം കഴിയാനുള്ള ടൈമായി, പിന്നെ ഇതിനാണ് കഴിക്കണം. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഡീൽ ചെയ്യാൻ PVRന്റെ മാനേജ്മെന്റ് നടപടികൾ എടുക്കുക. ഇത് ഒരു സാധാരണക്കാരുടെ മോശമായ അനുഭവം. അപ്പൊ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ്സ് ഷെയർ ചെയ്യുക. PVR കുറെ കംപ്ലൈന്റ്സ് ഒക്കെ ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു വാട്ടർ ബോട്ടിൽ മേടിക്കണമെങ്കിൽ ഒരു വെള്ളത്തിന്റെ ഉപ്പ് മേടിക്കണമെങ്കിൽ നമ്മൾ 70 രൂപ കൊടുക്കണം. അതിന് പകരം നമ്മൾ എന്തെങ്കിലും സ്നാക്സ് ആയിട്ട് മേടിക്കാന്ന് ഓർത്തിട്ടാണ് ഈ സാധനം മേടിച്ചത്. എന്നിട്ട് 1 മണിക്കൂർ ഡിലേ അവർ പറഞ്ഞത് അത്ര. എന്നോട് 15 മിനിറ്റ് ഡിലേ പറഞ്ഞ ആൾക്കാരാണ്. എന്തായിക്കോട്ടെ. അപ്പൊ അതായിരുന്നു നമ്മുടെ ഓണത്തിന് PVRന്റെ സമ്മാനം. വളരെ നല്ല ശോകമായിട്ടുള്ള സമ്മാനമായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ മോശം അനുഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്താം. അപ്പൊ അത്രേ ഉള്ളൂ. വീഡിയോ സപ്പോർട്ട് ചെയ്യാം.